കോട്ടയം ജില്ലയിലേക്ക് കൂടി പോകാം. കോട്ടയത്ത് നിന്ന് സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, കോട്ടയത്തെ നിലവിലെ സ്ഥിതി എന്താണ്? മഴയ്ക്ക് ശമനമുണ്ടോ? ഇന്നലെ പാല അടക്കമുള്ള ടൗണുകളൊക്കെ വെള്ളത്തിനടിയിലായത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇപ്പോൾ സമയം ഏകദേശം 7:30 അടുപ്പിച്ചാകുന്നു. എന്താണ് നിലവിലെ സ്ഥിതി അവിടെ? മഴയ്ക്ക് ശമനമുണ്ടോ? വെള്ളം ഇറങ്ങി തുടങ്ങിയോ? തീർച്ചയായിട്ടും അവന്തിക, കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലുടനീളം ഒറ്റപ്പെട്ട സമയങ്ങളിൽ നേരിയ തോതിൽ മാത്രമാണ് മഴയുണ്ടായിരുന്നത്. ഇപ്പോൾ മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അല്പം മുമ്പ് ചെറിയ തോതിൽ മഴ പെയ്തു. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ പാലാ നഗരത്തിലെത്തുമ്പോൾ നഗരപ്രദേശം പൂർണ്ണമായും വെള്ളത്തിലായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. രാത്രിയിൽ മഴ മാറിയതോടുകൂടി ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ കോട്ടയം റൂട്ടിലാണ്. പാലാ കോട്ടയം റൂട്ടിലെ കൊട്ടാരമറ്റം എന്ന് പറയപ്പെടുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. പാലാ ഏറ്റുമാനൂർ റോഡാണ്. ആ പാതയിൽ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. വളരെ വേഗത്തിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വഴിയിലൂടെ ചെറുവാഹനങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല. വലിയ ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. എങ്കിലും പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ല. ഏറ്റുമാനൂർ പാലാ റോഡിലൂടെ സഞ്ചാരം സാധ്യമല്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ ഗതാഗതം മറ്റിടങ്ങളിലൂടെയാണ് വഴിതിരിച്ചു വിടുന്നത്. എന്തായാലും അല്പം മഴ മാറി നിൽക്കുകയാണ്. വരും മണിക്കൂറിൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചാൽ വീണ്ടും ജലനിരപ്പ് ഉയരും. ഞാൻ ഇന്നലെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പൊക്കം വെള്ളമുണ്ടായിരുന്ന ഒരിടമാണിവിടം. അവിടെ വെള്ളം ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സേവ് മീനച്ചിലാർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ എനിക്കൊപ്പം ചേരുകയാണ്. മനോജ്, അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈരാറ്റുപേട്ട ചെന്നപ്പോൾ ഈരാറ്റുപേട്ട നിവാസികൾ പറഞ്ഞത് കണക്കാലിൻ്റെ പൊക്കത്തിലുണ്ടായിരുന്ന വെള്ളം അരമണിക്കൂർ കൊണ്ടാണ് മൂക്കറ്റം പൊക്കത്തിലെത്തിയത്. അവർക്ക് വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അത്രമേൽ വേഗത്തിലാണ്. ഒരു മിന്നൽ പ്രളയമായിരുന്നു. ഒരു ഡാമും തുറന്നു വിട്ടില്ല. വളരെ വേഗത്തിലാണ് വെള്ളം കുതിച്ചു പാഞ്ഞെത്തിയത്. എന്താണ് ഇതിനൊരു കാരണം? മിനിഞ്ഞാന്ന് വൈകുന്നേരം രാത്രി 9 മണി തൊട്ട് 2 മണി വരെ നമുക്ക് അതിതീവ്ര മഴ ലഭിക്കുകയുണ്ടായി. ഏകദേശം പാലാ പ്രദേശം, മീനച്ചി താലൂക്കിൻ്റെ എല്ലാ പ്രദേശത്തും ഏകദേശം 200 mm മഴയാണ് നമുക്ക് ലഭിച്ചത്. അതിൻ്റെ കൂട്ടത്തിലൊരു ഉരുൾപൊട്ടലുകൂടെ സംഭവിച്ചു. വൈകുന്നേരം 5 അടി ഉണ്ടായിരുന്ന വെള്ളം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴത്തേനും 25 അടി വെള്ളം ആയിട്ട് ഉയർന്നു. നമുക്ക് പാലാ ടൗണിൽ തന്നെയുള്ളൊരു പാലാ പൊൻകുന്നം റൂട്ടിലെ ആശുപത്രിയുടെ അവിടെയുള്ള തൂണിൽ നമുക്കൊരു ജലനിരപ്പ് മുന്നറിയിപ്പ് സ്കെയിലുണ്ട്. അവത്തിൽ 5 അടി ഉണ്ടായിരുന്ന വെള്ളം 25 അടി വെള്ളമായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പം 2018-ലും 2020-ലും നമുക്ക് വന്നേക്കുന്ന വെള്ളത്തിനേക്കാളും കൂടുതലാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒറ്റ മഴയും ഉരുൾപൊട്ടലും കൊണ്ട് നമുക്ക് സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാലാ നഗരത്തിൽ ഇന്നലെ നമ്മൾ പാലാ കുരിശുപള്ളിയോടെ നിൽക്കുമ്പോൾ അവിടെ എല്ലാ പ്രദേശവും എല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. ഇവിടെ ഇന്നലെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അരപ്പൊക്കം വെള്ളമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വെള്ളം വളരെ വേഗത്തിൽ ഒഴുകി ഇറങ്ങുന്നുണ്ട്. ടൗണിൽ നിന്ന് വെള്ളം വളരെ വേഗത്തിൽ ഒഴുകി മാറുന്നുണ്ട്. അപ്പം മീനച്ചിലാറ്റിലെ ജലനിരപ്പ് നമ്മൾ പറയുവാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം 8 മണി തൊട്ട് ഈ രാവിലെ 8 മണി വരെ 12 മണിക്കൂറിനകത്ത് ആകപ്പാടെ ജലനിരപ്പിൻ്റെ വ്യത്യാസം വന്നേക്കുന്നത് വെറും 1 അടി മാത്രമാണ്. ടൗണിൽ നിന്നുള്ള വെള്ളമൊക്കെ വേഗം തന്നെ ഒഴുകി മാറുന്നുണ്ട്. എന്നാൽ ടൗൺ ഇടത്തോടുകൾ എന്ന് പറയുമ്പോൾ മീനച്ചിലാറ്റ് ഇങ്ങനെ ഇത്ര ഉയർന്നു നിൽക്കുമ്പോഴത്തേനും ആ തോടിൽ നിന്ന് വെള്ളം കയറി പറമ്പുകളിലെല്ലാം കിടപ്പുണ്ട്. ആ വെള്ളമൊക്കെ പയ്യെ ഒഴുകി മാറുകയുള്ളൂ. പിന്നെ സെക്കൻഡ് മഴ ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് രാത്രി ഇന്ന് വെളുപ്പിന് 2 മണി വരെ ചില സ്ഥലങ്ങളിൽ പെയ്തിട്ടുണ്ട്. മഴ പെയ്തില്ലേലും ഈ പറമ്പുകളിൽ കിടക്കുന്ന വെള്ളം ആറ്റിക്കൂടെ ഒഴുകി മാറേണ്ടതാണ്. പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് വളരെ വലിയൊരു വെള്ളത്തിൽ ഒഴുക്കാണ് മുമ്പ് സംഭവിക്കാൻ പോകുന്നത്. വളരെ വലിയ തോതിൽ ഫ്ലോ ഉണ്ടാവുന്നുണ്ടോ ഈ പടിഞ്ഞാറൻ പ്രദേശത്തേക്ക്? വളരെ വേഗത്തിൽ വെള്ളം ഒഴുകി ചെല്ലുന്നുണ്ട്. സ്വാഭാവികമായിട്ട് രാത്രികളിൽ 1 അടി അല്ലെങ്കിൽ 2 അടിയുടെ വ്യത്യാസം ഉണ്ടാകാറുള്ളൂ. അതുതന്നെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചേക്കുന്നത്. ജനങ്ങളിലെ വിവിധ ദിവസങ്ങളായിരിക്കും വരുന്ന 2 ദിവസം. അവർക്ക് ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസം നമുക്ക് എന്താ പറയണ്ടേ, ആ പടിഞ്ഞാറൻ പ്രദേശത്തൊന്നും മഴ പെയ്യുകയോ അങ്ങനെ ഉണ്ടായിട്ടില്ല. അവിടെയൊക്കെ നല്ല വെള്ളം സംഭരിക്കാനുള്ള അവസ്ഥയുണ്ട്. ഈ വെള്ളമെല്ലാം അവിടെ പോയിട്ട് പാലാ തൊട്ട് നമ്മൾ പടിഞ്ഞാറോട്ട് ചിന്തിച്ച് കഴിയുമ്പം ചേർപ്പുങ്കൽ തൊട്ട് ഭൂമിയുടെ പ്രതലം ഒരു സമതല ക്ലിയർ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പം അവിടെ എല്ലാം വെള്ളം കയറി വെള്ളം ഒതുങ്ങുക എന്ന് പറയും. വെള്ളം ഒതുങ്ങിക്കോളും.
എന്തായാലും അവന്തിക ഈ പ്രദേശത്ത് ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയപ്പെടുന്നത് ഒരു കുന്നിൻ പ്രദേശം. ആ കുന്നിൻ പ്രദേശമാണ് മൂന്നിലവ് പോലെയുള്ള മീനച്ചിൽ താലൂക്കിൻ്റെ പ്രദേശങ്ങൾ. ആ കുന്നും പ്രദേശത്തു നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സമതല പ്രദേശമാണ്. ആ കുന്നും പ്രദേശത്തു നിന്നും ഉരുൾപൊട്ടി ഈ സമതല പ്രദേശത്ത് ഇന്നലെ വെള്ളമെത്തി. ഇവിടെ നിന്നും ഒരു താഴ്വാരത്തിലേക്ക്, അതായത് പടിഞ്ഞാറൻ പ്രദേശം, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയപ്പെടുന്നത് അപ്പർ കുട്ടനാടൻ മേഖലയാണ്. അത് ആർപ്പൂക്കര, ഒപ്പം തന്നെ തിരുവാർപ്പ്, ഐമനം പോലെയുള്ള പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിലേക്ക് താഴ്ന്ന പ്രദേശത്തേക്ക് ഇനിയും വെള്ളം ഒഴുകിയെത്തും. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ, നാളെയും മറ്റന്നാളുമൊക്കെയായി ഈ മഴയുടെ ദുരിതപ്പെയ്ത്ത്, അതായത് പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ മഴയുടെ ദുരിതപ്പെയ്ത്ത് അനുഭവിക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ്. അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ ഇവിടെ നിന്നും ഈ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുമ്പോൾ അവിടെ നിന്നും ഒഴുകിപ്പോകുന്ന വെള്ളം അവരുടെ വീടുകളിലേക്കാവും എത്തുക. അവിടെയും ആളുകളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടാവും. എന്തായാലും പാലായിലും ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി പോലുള്ള താലൂക്കുകളിലും മഴയ്ക്ക് ശമനമുണ്ട്. മഴ മാറി നിൽക്കുകയാണ്. വരും മണിക്കൂറിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മാറിമറിയും. പക്ഷേ ഇപ്പോൾ പാലാ നഗരത്തിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പാലാ കോട്ടയം, അതായത് പാലാ ഏറ്റുമാനൂർ പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോഴും നിലച്ചിരിക്കുകയാണ്. വരും മണിക്കൂറിൽ വെള്ളം വേഗത്തിൽ ഒഴുകി മാറിയെങ്കിൽ മാത്രമേ ഇവിടെ ഗതാഗതം സാധ്യമാവുകയുള്ളൂ. അവന്തിക.